ബസ്സുമായി ഓണക്കാലത്തെ യാത്ര അടിപൊളിയാക്കാൻ KSRTC ഒരുങ്ങിയിരിക്കുകയാണ്. BS6 വിഭാഗത്തിലുള്ള 140ഓളം ബസ്സുകളാണ് ഓണത്തിനു മുമ്പ് നിരത്തിലിറങ്ങുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. KSRTCക്ക് 2019 ശേഷം ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, ലിങ്ക് ബസ്സുകൾ എന്നിവ ലഭിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. തുടർ വർഷങ്ങളിലും ബസ്സുകൾ വാങ്ങിയിരുന്നെങ്കിലും അവ KSRTC സ്വിഫ്റ്റിനാണ് നൽകിയിരുന്നത്. ഇത്തവണ സ്വിഫ്റ്റിലും ബസ്സുകൾ ലഭിക്കും. AC സീറ്റർ കം സ്ലീപ്പർ, AC സ്ലീപ്പർ, AC സീറ്റർ എന്നീ 3 വിഭാഗത്തിലാണ് ബസ്സുകൾ ഇറങ്ങുന്നത്. ദേശീയ പതാകയുടെ കളർ തീമിൽ ഒരുക്കിയ ബോഡിയിൽ കഥകളി ചിത്രം ആലേഖനം ചെയ്താണ് സീറ്റർ കം സ്ലീപ്പർ, സ്ലീപ്പർ ബസ്സുകൾ. പുഷ്ബാക്ക് സംവിധാനത്തിനോടൊപ്പം ഇരുനിറത്തിലുള്ള ലെതർ സീറ്റുകളാണ്. ഓരോ സീറ്റിലും ചാർജ്, ഹാൻഡ് റെസ്റ്റ്, ഫൂട്ട് റെസ്റ്റ്, ആംബിയൻസ് ലൈറ്റിംഗുമുണ്ട്. സ്ലീപ്പർ ബസ്സിലെ ബെർത്തിൽ AC വെന്റുകൾ, റീഡിംഗ് ലൈറ്റുകൾ, മൊബൈൽ ഹോൾഡർ, പ്ലഗ് പോയിന്റ്, ബോട്ടിൽ ഹോൾഡർ, ലഗേജ് സ്പേസ് എന്നിവയുമുണ്ട്. ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ്സിനും വ്യത്യസ്ത നിറമാണ്. ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റുകളിൽ 50 സീറ്റിംഗുകൾ ഉണ്ടാകും. മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ, വൈഫൈ കണക്ഷൻ നൽകാവുന്ന TV, പുറത്തും അകത്തുമായി 5 ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. KSRTCയുടെ നിറമാണെങ്കിലും ഡിസൈനിൽ മാറ്റമുണ്ട്. മൾട്ടി ആക്സിൽ വോൾവോ AC സീറ്റർ, 9 മീറ്ററിന്റെ ഓർഡിനറി ബസ് എന്നിവയും ഉടൻ എത്തും. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക്, പ്രീമിയം സീറ്റർ, സ്ലീപ്പർ, സീറ്റർ കം സ്ലീപ്പർ എന്നിങ്ങനെ 164 ബസ്സുകൾ ഈ മാസം പുറത്തിറങ്ങാനാണ് KSRTC ഒരുങ്ങുന്നത്. ബസ്സുകളുടെ പരീക്ഷണ ഓട്ടം മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇംഗ്ലണ്ടിലെ കവൻട്രി യൂണിവേഴ്സിറ്റിയിൽ ഓട്ടോമൊബൈൽ ഡിസൈനിങ് ആൻഡ് ട്രാൻസ്പോർട്ട് പഠിച്ച G ആദിത്യകൃഷ്ണനും സുഹൃത്ത് തിരുവനന്തപുരം സ്വദേശി അമൽ ജോക്കിക് സാറ്റിലുമാണ് പുതിയ ബസ്സുകൾ ഡിസൈൻ തയ്യാറാക്കിയത്. മന്ത്രി KV ഗണേഷ് കുമാറിന്റെ മകനാണ് ആദിത്യകൃഷ്ണൻ. സീറ്റർ കം സ്ലീപ്പർ ബസ്സുകളിൽ സീറ്റുകൾക്ക് മുകളിലായാണ് ബർത്തുകൾ ഉള്ളത്. ഒരു വശത്ത് സിംഗിൾ ബർത്തും മറുഭാഗത്ത് ഡബിൾ ബർത്തും. ഫാസ്റ്റ് പാസഞ്ചറിനും സൂപ്പർ ഫാസ്റ്റിനുമായി എത്തിയത് ടാറ്റയുടെ ബസ്സുകളാണ്. ബാക്കി അശോക് ലൈലാൻഡ് ബസ്സുകളും. പുതിയ ബസ്സുകൾ കനകക്കുന്നിൽ 22 മുതൽ 24 വരെ ജനങ്ങൾക്കായി പ്രദർശിപ്പിക്കും. ഓണ സമ്മാനമായി KSRTCയുടെ പുത്തൻ ബസ്സുകൾ എത്തിത്തുടങ്ങുകയാണ് ഇനി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ബസ്സുകൾ ഓടിച്ചു നോക്കി. മന്ത്രി നിർദ്ദേശിച്ച മാറ്റങ്ങളോടെ 13.5 മീറ്റർ ഡീസൽ AC സീറ്റർ, സ്ലീപ്പർ, സീറ്റർ കം സ്ലീപ്പർ, 10.5 മീറ്റർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് തിരുവനന്തപുരം ആനറയ സ്വിഫ്റ്റ് ഡിപ്പോയിൽ എത്തിയത്. ഞങ്ങൾ ഫുൾ സെറ്റാണ്, യാത്ര ചെയ്യാൻ നിങ്ങളോ? പുതിയ ബസ്സുകൾ ഓടിച്ച് പരിശോധിച്ചിട്ടുമുണ്ട്. ഉടൻ നിങ്ങൾക്കും പുതിയ ബസ്സുകളിൽ യാത്ര ചെയ്യാമെന്ന കുറിപ്പോടെയാണ് അദ്ദേഹം പുതിയ ബസ്സുകൾ ഓടിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഓണത്തിന് മുമ്പായി 100 ബസ്സുകൾ എത്തുമെന്നും കിടന്ന് യാത്ര ചെയ്യാവുന്നതും ഇരുന്ന് യാത്ര ചെയ്യാവുന്നതുമായി ബസ്സുകൾക്കൊപ്പം 15.5 മീറ്റർ നീളമുള്ള വോൾവോയുടെ ബസ്സും എത്തുന്നുണ്ടെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത്. നല്ല വണ്ടികളല്ലെന്ന് ഏറ്റവും അധികം പരാതി പറഞ്ഞിരുന്നത് ബംഗളൂരു മലയാളികളാണ്. എന്നാൽ പുതിയ ബസ്സുകൾ എത്തുന്നതോടെ അവർക്ക് അഭിമാനിക്കാമെന്നും ബംഗളൂരു ബസ് സ്റ്റാൻഡിൽ കയറുന്ന ഏറ്റവും നല്ല ബസ്സുകൾ നമ്മുടേതായിരിക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി. ആദ്യം എത്തുന്ന ബസ്സുകൾ ബംഗളൂരുവിലേക്ക് ഓണക്കാലത്ത് സ്പെഷ്യൽ സർവീസിനായി ഓടിയ ശേഷമായിരിക്കും ഓരോ ഡിപ്പോകൾക്കായി കൈമാറുകയെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. വിവിധ ശ്രേണിയിലുള്ള 130 ബസ്സുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 21-ന് ഉദ്ഘാടനം ചെയ്യും. 49 സീറ്റുകളുള്ള ബസ്സിൽ വൈഫൈ സംവിധാനം കണക്ട് ചെയ്യാൻ പറ്റുന്ന LED ഡിസ്പ്ലേയുള്ള TVയുമുണ്ട്. എല്ലാ സീറ്റുകൾക്കും മൊബൈൽ ചാർജിംഗ് പോയിന്റും ഒരുക്കിയിട്ടുണ്ട്. 5 ക്യാമറകളാണ് ബസ്സിലുള്ളത്. 6 മാസത്തിനുള്ളിൽ 340-ലേറെ ബസ്സുകളാണ് പുതിയതായി വരുന്നത്.